ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് കേരളത്തിലെ സഹകരണ അപ്പെക്സ് സ്ഥാപനങ്ങൾ ആരംഭിച്ച തീയതികളിൽ കൂടിയാണ്. ആദ്യ ചോദ്യം, SPCS സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ SPCS ആരംഭിച്ച വർഷം 1945 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയം. അടുത്ത ചോദ്യം, അക്ഷരം മ്യൂസിയം അറ്റ് കോട്ടയം വാസ് സ്റ്റാർട്ടഡ് ബൈ. അക്ഷരം മ്യൂസിയം ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ്? SPCS ആണ്. അക്ഷരം മ്യൂസിയം ആരംഭിച്ചത് SPCS ആണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ RBI ആക്ട് 1934? എന്നാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത് എന്നാണ്? ഏത് വർഷമാണ്? 1966. 1966. അടുത്ത ചോദ്യം, ദ കേരള കോഓപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. കേരള കോഓപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് ആക്ട് എന്നാണ്? 1960 ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ് ആക്ട് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ SCU സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആരംഭിച്ച വർഷം 2/11/1970 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആരംഭിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. പ്രസന്റ് ചെയർമാൻ ഓഫ് SCU സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ N. കോലായിക്കോട് കൃഷ്ണൻ നായർ. ശ്രീ N. കോലായിക്കോട് കൃഷ്ണൻ നായരാണ് SCU സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. The formation of Kerala Bank, the expert committee was headed by. കേരള ബാങ്ക് രൂപീകരിക്കാൻ വേണ്ടി നിയോഗിച്ച എക്സ്പെർട്ട് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? MS ശ്രീറാം. MS ശ്രീറാം കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ KCCF ഫോംഡ് ഇൻ ദ ഇയർ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആരംഭിച്ച വർഷം 1965 സെപ്റ്റംബർ 4. KCCF 1965 സെപ്റ്റംബർ 4. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. ഇപ്പോഴത്തെ ചെയർമാൻ M. മെഹബൂബ്. അടുത്ത ചോദ്യം, കയർഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം? കയർഫെഡ് 1979 ഒക്ടോബർ 27. ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴ. കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ. അടുത്ത ചോദ്യം, ഹാൻഡെക്സ് രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ. ഹാൻഡെക്സ് ആരംഭിച്ച വർഷം 1961 ജൂലൈ 27. ഹാൻഡെക്സ് ആരംഭിച്ച വർഷം. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, കേപ്പ് കോഓപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച വർഷം? കേപ്പ് ആരംഭിച്ച വർഷം 1999. കേപ്പ് ആരംഭിച്ച വർഷം 1999. അടുത്ത ചോദ്യം, മിൽമ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഷോർട്ട് ഫോം KCMMF ഫോംഡ് ഇൻ ദ ഇയർ. KCMMF മിൽമ എന്നറിയപ്പെടുന്നു. ആരംഭിച്ച വർഷം ഏപ്രിൽ 1980. ഏപ്രിൽ 1980 മിൽമ ആരംഭിച്ചത്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ഹൗസ്ഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം? ഹൗസ്ഫെഡ് ആരംഭിച്ചത് 1970. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. 1970. അടുത്ത ചോദ്യം, റെഡ്കോ റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റെഡ്കോ ആരംഭിച്ച വർഷം? റെഡ്കോ ആരംഭിച്ചത് 1972. ആസ്ഥാനം കണ്ണൂർ. റെഡ്കോയുടെ ആസ്ഥാനം കണ്ണൂർ. മത്സ്യഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറി ഡെവലപ്മെന്റ് ആരംഭിച്ച വർഷം? മത്സ്യഫെഡ് മാർച്ച് 19, 1984. 1984 മാർച്ച് 19 മത്സ്യഫെഡ് ആരംഭിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം, റബ്ബർ മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. റബ്ബർ മാർക്ക് ആരംഭിച്ചത് 1971 മാർച്ചിലാണ് റബ്ബർ മാർക്ക് ആരംഭിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. അടുത്ത ചോദ്യം, റബ്കോ സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ. റബ്കോ ആരംഭിച്ചത്? റബ്കോ 1997. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. അടുത്ത ചോദ്യം, ഹോസ്പിറ്റൽ ഫെഡ്
രജിസ്റ്റേർഡ് ഇൻ ദ ഇയർ. ഹോസ്പിറ്റൽ ഫെഡ് ആരംഭിച്ച വർഷം, രജിസ്റ്റർ ചെയ്ത വർഷം 1999 ഹോസ്പിറ്റൽ ഫെഡ് ആരംഭിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. ഹോസ്പിറ്റൽ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം. അടുത്ത ചോദ്യം, ക്യാംകോ സെൻട്രൽ അറക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ലിമിറ്റഡ്. സെൻട്രൽ അറക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1973 ജൂലൈ 11 ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂരാണ്. 1973 ജൂലൈ 11 ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂർ. അടുത്ത ചോദ്യം, ടെക്സ് ഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് ആരംഭിച്ച വർഷം 1992 1992 ടെക്സ് ഫെഡ് ആരംഭിച്ചത്. കാപ്പെക്സ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. കാപ്പെക്സ് ആരംഭിച്ച വർഷം 1984 ഹെഡ് ക്വാർട്ടേഴ്സ് കൊല്ലം. അടുത്ത ചോദ്യം, ടൂർ ഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടൂറിസം ഫെഡറേഷൻ ഫോംഡ് ഇൻ ഏത് വർഷമാണ് ടൂർ ഫെഡ് ആരംഭിച്ചത്? 24/11/2011 നവംബർ 24 2011 ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേര ഫെഡ് കേരള സ്റ്റേറ്റ് കേര കർഷക സഹകരണ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1987 ഫെബ്രുവരി 4 1987 ഫെബ്രുവരി 4 കേര ഫെഡ് ആരംഭിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. വനിതാ ഫെഡ് കേരള സ്റ്റേറ്റ് വിമൺ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 2002 രജിസ്റ്റർ ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. സ്റ്റാർട്ട് ചെയ്തത് 2003 വനിതാ ഫെഡ് സ്റ്റാർട്ട് ചെയ്ത് 2003 രജിസ്റ്റർ ചെയ്ത് 2002 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1956 അടുത്ത ചോദ്യം, കെൽടെക്സ് ദ കേരള ഹൈടെക് ടെക്സ്റ്റൈൽ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. കെൽടെക്സ് എവിടെയാണ്? കെൽടെക്സ് എവിടെയാണ്? മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. SC/ST ഫെഡറേഷൻ SC/ST ഫെഡ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ആരംഭിച്ച വർഷം 1981 ജൂലൈ 2 ആരംഭിച്ചത്. SC/ST ഫെഡ് 1981 ആരംഭിച്ചു. അടുത്ത ചോദ്യം, ടെക്സ് ഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം. ടെക്സ് ഫെഡ് ആരംഭിച്ച വർഷം 1992 ടെക്സ് ഫെഡ് ആരംഭിച്ച വർഷം 1992 റബ്ബർ ബോർഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. റബ്ബർ ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റബ്ബർ ബോർഡ് കോട്ടയത്താണ്. കോട്ടയം. കയർ ബോർഡ് എവിടെയാണ്? കയർ ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ്. കയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. കൊച്ചി. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1954 എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1954 മാർക്കറ്റ് ഫെഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1960 മാർക്കറ്റ് ഫെഡ് രൂപീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.